നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അവരത് അർഹിക്കുന്നില്ല. നിന്റെ നാശം ആഗ്രഹിക്കുന്നവരെന്തിനാ വെറുതെ ദക്ഷിണ വാങ്ങിക്കുന്നത്? അത് വേണ്ട. വേണോ വേണ്ടെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. അമ്മ അതിൽ ഇടപെടണ്ട. അമ്മ എന്തൊക്കെ പറഞ്ഞാലും അച്ഛൻ ആരാണെന്ന് എനിക്കറിയാം. ഇന്നല്ലെങ്കിൽ നാളെ അത് അമ്മയ്ക്ക് മനസ്സിലാവും. അമ്മ ഇപ്പൊ പറഞ്ഞതിനെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടും. സങ്കടം അവള് നേരത്തെ എത്തി. പറഞ്ഞു. അച്ഛൻ എന്നെ വിളിച്ചിരുന്നു. ഞാൻ വിളിച്ചതിന് ശേഷവും? അതെ. എടാ സിദ്ധു, ഒരു കാരണവശാലും അവളെ രക്ഷിക്കാനൊന്നും ശ്രമിക്കില്ല കേട്ടോ. അച്ഛൻ അങ്ങനെ പലതും പറയും. അവൾ അകത്ത് പോണെങ്കിൽ പോട്ടടാ. സാധാരണ ഒരു വീട്ടിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായാ ആ പെൺകുട്ടിയെ രക്ഷിക്കാനും സഹായിക്കാനും എല്ലാവരും ശ്രമിക്കും. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാ. അതെന്തുകൊണ്ടാണെന്ന് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട്. എന്നോട് ആർക്കും ഇഷ്ടമല്ല. അതിന് കാരണം ആരാ? അതിപ്പോ ചർച്ച ചെയ്യണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ വശം പറയാനുള്ളതുപോലെ തന്നെ എനിക്ക് എന്റെ വശം പറയാനുണ്ടാവും. ഇപ്പോഴും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല അല്ലേ? അത് മാറണമെങ്കിലേ ഇവിടെ കുറച്ചു ദിവസം അകത്ത് കിടക്കണം. നിങ്ങളൊന്നും മിണ്ടാതിരിക്കോ? ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോ എന്തിനാ ഇടയ്ക്കേറെ അഭിപ്രായം പറയുന്നേ? ഞാൻ എന്റെ അനിയനോടാ സംസാരിക്കുന്നത്. ഇതെന്റെ ഭർത്താവാ. ഇന്ന് തന്നെ സ്റ്റേഷനിൽ പോയി ഹാജരാവണമെന്ന പോലീസുകാര് പറഞ്ഞിരിക്കുന്നത്. തെറ്റൊന്നും ചെയ്യാത്തതുകൊണ്ട് ഹാജരാവാൻ തന്നെ എന്റെ തീരുമാനം. എന്റെ കൂടെ സ്റ്റേഷൻ വരെ ഒന്ന് വരണം. എന്തിനെ? ഇവനൊന്നും വരില്ല. സ്റ്റേഷനിലൊക്കെ നീ അങ്ങ് തനിച്ച് പോയാ മതി. അതെ, ഞാൻ വിളിച്ചതേ എന്റെ ഭർത്താവായ സിദ്ധുവിനെ അല്ല, വക്കീലായ സിദ്ധാർത്ഥനെയാ. സിദ്ധാർത്ഥൻ വന്നില്ലെങ്കിൽ ഞാൻ വേറെ വക്കീലിനെ വിളിക്കും. അത് സിദ്ധാർത്ഥന് എന്നെ കുറച്ചില്ല. സ്വന്തം ആവശ്യം വന്നപ്പോ ഭാര്യ വിളിച്ചത് വേറെ വക്കീലിനെയാണെന്ന് മറ്റുള്ളവർ പറഞ്ഞു ചിരിക്കും. നിങ്ങളുടെ പ്രൊഫഷണൽ കരിയറിനെ തന്നെ അത് ബാധിക്കാൻ പോകുന്നത്. അതെ, നിന്റെ ഭീഷണി കേട്ട് പേടിച്ചിട്ടൊന്നുമല്ല. അല്പം മനസാക്ഷി ഉണ്ടായിപ്പോയി. ഇവിടെയാണല്ലോ താമസം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ കൂടെ വരുന്നത്. പോയി വണ്ടി കയറി. നിക്കടി. പോകുമ്പോ 2 ജോഡി ഡ്രസ്സും കൂടെ കൊണ്ടുവയ്ക്കോ. എന്തിന്? അല്ല, സ്റ്റേഷനിൽ നിന്ന് നേരെ ജയിലിലോട്ടല്ലേ പോകുന്നത്? അവിടെ ഇടാനാ. ഇതിനുള്ള മറുപടി ഞാൻ ഇപ്പൊ പറയുന്നില്ല. ബാങ്ക് മാനേജരെ വിളിച്ചിരുന്നല്ലേ? വിളിച്ചിരുന്നു. തങ്കച്ചി കൊണ്ടുപോയ ക്യാഷിന്റെ ഷെയർ എനിക്ക് കിട്ടിയോന്ന് അറിയാനായിരുന്നില്ലേ വിളിച്ചത്? അതെ, ഞാനത് ചെക്ക് ചെയ്യും. എനിക്ക് ആരെയും വിശ്വാസമില്ല. ഞാനതിനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. എന്തിനാ പറയുന്നത്? വാക്കുകൾക്കിടയിലുള്ള പരിഹാസം എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. എന്റെ കയ്യിലാ കാശില്ല, അക്ഷരയുടെ കയ്യിലുമില്ല. അപ്പോ വിശാലിന്റെ കയ്യിലുണ്ടെന്ന്? ഉണ്ടോ ഇല്ലയോ എന്ന് വിശാലല്ലേ സർ പറയേണ്ടത്? നിങ്ങൾക്കൊക്കെ ഒരു തോന്നലുണ്ട് നിങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമാന്മാരാണെന്ന്. എന്നാൽ അങ്ങനെയല്ല. ഇപ്പൊ തന്നെ ആ വക്കീലുമായിട്ടുള്ള കൂട്ടുകെട്ട് അത് നിങ്ങൾക്ക് ദോഷമേ ചെയ്യും. പക്ഷേ നിരഞ്ജനത് അറിയില്ല. അനുഭവം വരുമ്പോൾ പഠിക്കും. ന്യായം വിട്ടൊന്നും ഞാൻ ചെയ്യുന്നില്ല സർ. അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. പിന്നെന്തിനാ ഞാൻ ആരെങ്കിലും പേടിക്കുന്നത്? പക്ഷേ ശരത്തിനെ സൂക്ഷിക്കണം.
അവൻ നിങ്ങൾക്ക് അപകടം വരുത്തി വെക്കും. അധികം വൈകാതെ ശരത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്യും. അപ്പോഴോ? പോലീസ് അറസ്റ്റ് ചെയ്താലാണ് പ്രശ്നം കൂടുക. അവനിപ്പോ ശത്രുത കൂടും. സ്വാഭാവികമായിട്ടും സിദ്ധാർത്ഥനോടുള്ള അവന്റെ ദേഷ്യം കൂടും.